ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്യമതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹലാലായ ചിക്കൻ കൊണ്ട് അങ്ങോട്ട് ചിക്കനല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയാണ് ഇറച്ചി വെക്കാണ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. അവരറുത്തത് അതാ വിഷയം. അവര് മീൻ പിടിച്ചതാ പറ്റുമോ? പറ്റും. മീൻ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും മീൻ പിടിക്കാൻ പോലൊക്കെ അധികം മുക്കന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ, അത് കുഴപ്പമില്ല. മത്സ്യത്തിന് കുഴപ്പമില്ല. ഇറച്ചി മാംസം ചിക്കൻ അവരറുത്തതാണെങ്കിൽ പറ്റൂല, അവർ വാങ്ങിക്കൊണ്ടതാ, വീടിന് ഹലാലായ ഫുഡ് വാങ്ങിക്കൊണ്ടെന്നാ വെച്ചോട്ടെ, കുഴപ്പമില്ല. എന്റെ അത്ഭുത വിഷയം ഇതൊന്നും അല്ലട്ടോ. ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല. 10 കൊല്ലോ 15 കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാൾ 10-15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലമായിട്ട് അവർക്ക് മുസ്ലിമാവാൻ തോന്നുന്നില്ല എന്നാ. ഇതാ അത്ഭുതം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇസ്ലാം അവർ കിട്ടുന്നുണ്ടോ? എന്താ നമ്മളൊക്കെ ചിന്തക്ക് തിന്നാൻ പറ്റോ കുടിക്കാൻ പറ്റോ എന്നൊക്കെ വലിയ ഉഷാറ. ഇയാളെ നരകത്തേക്കായി മനുഷ്യൻ പോകുന്നത്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എന്തെങ്കിലും പറഞ്ഞു ഈ മനുഷ്യൻ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൂടെ പറ്റുന്നില്ല, ഇല്ലേ? ഇത് എന്ത് ദാവത്താ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മളെ കൂടെ നിന്നിട്ടൊക്കെ എങ്ങനെയാണ് നന്നാവുക? ഇങ്ങനെ 10-25 കൊല്ലം ഭൂമി കടന്ന ഹിന്ദുവാണ് നമ്മൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ്. നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈ സുന്നി മതപ്രഭാഷണ കച്ചവടക്കാരൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ധാരാളമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും മിക്കവാറും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇത്. ഇദ്ദേഹം ഒരു സുന്നി പണ്ഡിതനാണ്. സലഫിസം എന്ന വിഷലിപ്തമായ ഇസ്ലാം ഇന്ന് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരിലേക്കും വലിയ തോതിൽ ആവാഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ജീവനുള്ള എക്സാമ്പിളാണ് ഈ സിംസാറുൽ ഹക്ക്, അലിയാർ കാസിമി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ. ഇദ്ദേഹം ഈ വീഡിയോ ക്ലിപ്പിലൂടെ പറയുന്ന കാര്യം ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിലെ ദൈനംദിനം പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കർമ്മശാസ്ത്രമാണ് ഫിഖ്. അത്തരത്തിലുള്ള കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ് അവർ പണ്ഡിതന്മാരോട് ചോദിക്കാറുള്ളത്. അത്തരത്തിലുള്ള ഒരു സംശയമാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കപ്പെടുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ കൂടെ റൂമിൽ അവിടെ താമസിക്കുന്ന ഒരു അമുസ്ലിമായ ഒരാൾ, അയാളാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് അദ്ദേഹം പാകം ചെയ്യുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു സംശയം ഉന്നയിക്കുകയാണ്, അങ്ങനെ അമുസ്ലിമായ ഒരാൾ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ വല്ല കുഴപ്പവും ഉണ്ടോ? അപ്പം മൊയ്ലിയാർ പറയുന്നു, യാതൊരു കുഴപ്പമില്ല. ഇനി അയാൾ മാർക്കറ്റിൽ പോയി ഇറച്ചി വാങ്ങിക്കൊണ്ടെന്ന് പാകം ചെയ്താൽ അത് കഴിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ആ ഇറച്ചി ഒരു മുസ്ലിം അറുത്തതായിരിക്കണം, അത്രേ നിർബന്ധമുള്ളൂ. ഇനി അയാൾ മീനാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതെങ്കിൽ ആ പ്രശ്നവുമില്ല, കാരണം മീനിനെ അറുക്കേണ്ടതില്ലല്ലോ. പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിൽ ഹിന്ദുവോ അല്ലെങ്കിൽ മുസ്ലിമാണോ അല്ലെങ്കിൽ അമുസ്ലിമാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ചോദ്യകർത്താവിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യകർത്താവിനോട് അദ്ദേഹം പറയുന്നത്, ഇതൊന്നുമല്ല ഈ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ കൺസേണിൽ വന്ന വിഷയം. 8-10 വർഷമായിട്ട് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ നിങ്ങളുടെ കൂടെ ഒരു റൂമിൽ താമസിച്ചിട്ട് അയാൾ ഇപ്പോഴും മുസ്ലിം അല്ല എന്നതാണ് എന്നെ ബേജാറാക്കുന്ന കാര്യം. അതാണ് എൻ്റെ കൺസേൺ വിഷയം. ഒരു അമുസ്ലിമായ ഒരാളും കൂടെ ഒരു റൂമിൽ ദീർഘകാലം താമസിച്ചിട്ടും അയാളെ നിങ്ങൾ ഇസ്ലാമാക്കിയില്ല, അയാളെ നിങ്ങൾ നരകത്തിലേക്കാണ് പറഞ്ഞയക്കുന്നത് എങ്കിൽ അതാണ് ഗൗരവതരമായ കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടെ താമസിക്കുന്ന ആൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം പതുക്കെ പതുക്കെ കൊടുത്ത് അയാളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുക എന്ന ദീനീപരമായ കർത്തവ്യം നിർവഹിക്കാതെ നിങ്ങൾ അയാൾ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത് തന്നെ വലിയൊരു നിങ്ങൾക്ക് ദീനിനെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ജിഹാദുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കർമ്മശാസ്ത്ര വിധി തന്നെയാണ്. എന്താണ് ഇസ്ലാമിൻ്റെ വിധി? ഇസ്ലാമിൽ നമ്മുടെ സാധാരണക്കാരായ വിശ്വാസികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് പോലെ നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, പിന്നെ അല്ലറ ചില്ലറ ഹജ്ജിന് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലറ ചില്ലറ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി പിന്നെ മുസ്ലിങ്ങളുടേതായ കുറേ കർമ്മശാസ്ത്രങ്ങളൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ ജീവിച്ചു പോയാൽ സ്വർഗം കിട്ടും എന്നതാണ് 90% സാധാരണ വിശ്വാസികളും കരുതുന്നത്. ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റു മതക്കാരുടെ നേരെ പോയിട്ട് അവരെ ഏതെങ്കിലും രീതിയിൽ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും
90% അല്ലെങ്കിൽ 95% സാധാരണ മുസ്ലിം വിശ്വാസികളുടെ ഒരു വിഷയമല്ല, അവരുടെ അജണ്ടയിലില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഈ ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്ര വിഷം അത് എത്രത്തോളം, എത്ര കൂടിയ അളവിലാണോ ഒരു മുസ്ലിമിൽ കയറിക്കൂടുന്നത്, അതോടുകൂടി അയാളുടെ ജീവിതത്തെ ഇസ്ലാമിനനുസരിച്ച് പൂർണ്ണമായി ചിട്ടപ്പെടുത്തി തുടങ്ങുമ്പോഴാണ് അയാൾ ഒരു ഇസ്ലാമിസ്റ്റായി മാറുന്നത്. അങ്ങനെയുള്ള ഇസ്ലാമിസ്റ്റുകൾ സലഫികൾ മാത്രമല്ല, സുന്നികളും എല്ലാം ഉണ്ട്. സലഫികളിൽ തന്നെ മൂത്ത സലഫികൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മൂത്ത സലഫികളുണ്ട്, പിന്നെ പാകത്തിനുള്ള സലഫികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ സലഫിസം ആവാഹിച്ച സുന്നികളും ഒക്കെ ഈ കൂട്ടത്തിൽപ്പെട്ട ഇസ്ലാമിസ്റ്റുകളാണ്. ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയിലെ ഒരു മുഖ്യ ഇനമാണ് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ മതം മാറ്റി എടുക്കുക എന്നത്. അതിനു വേണ്ട പരിശീലനവും അതിനു വേണ്ട വിദ്യാഭ്യാസവും അവർ കുരുന്നു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു എന്നതിൻ്റെ നല്ല ഒരു തെളിവായിരുന്നു നമ്മുടെ MM അക്ബറിൻ്റെ പീസ് സ്കൂളിലെ 2ാം ക്ലാസ്സിലെ മൂല്യനിർണ്ണയ പ്രവർത്തനം. നമ്മളൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കൊച്ചുകുട്ടി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന പ്രവർത്തനമാണ്, നിന്റെ കൂട്ടുകാരിയായ സാറ മതം മാറാൻ തയ്യാറായി വന്നാൽ നീ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏത് ക്രമത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക, അത് ക്രമത്തിലാക്കി എഴുതുക എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കുരിശ് വലിച്ചെറിയ, അച്ഛനെ അമ്മനെ ഉപേക്ഷിച്ച് പോരുക, ഹലാൽ ഭക്ഷണം കഴിക്കുക, ഷഹാദ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ ക്രമത്തിലാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ കൊച്ചുകുട്ടികളുടെ കുരുന്നു പ്രായം മുതൽ തന്നെ മറ്റുള്ളവരെ മതം മാറ്റൽ നമ്മുടെ ഒരു ദീനീപരമായ കർത്തവ്യമാണ് എന്ന് ഇവർ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചു വരുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രവൃത്തി, അത്തരത്തിൽ അങ്ങനെ ഒരു അജണ്ട ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു അധാർമികമായ പ്രവൃത്തിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ട്, നമ്മുടെ സമൂഹത്തിൽ നിന്നും ആർജിച്ച ഒരു മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അധാർമിക പ്രവൃത്തിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ബഹുഭൂരിപക്ഷം വിശ്വാസികളും അത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും പോകുന്നില്ല. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ചില ആളുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, മഞ്ചേരിയിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവായ ഒരു പയ്യനെ വളർത്തി അവൻ്റെ മതത്തിൽ തന്നെ ജീവിക്കുന്നു എന്നത് വലിയൊരു നന്മയായിട്ട് മുസ്ലിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് അത് നന്മയല്ല. സിംസാറുലക്കിന്റെ പ്രസംഗം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുടുംബം ആ പയ്യനോട് ചെയ്ത ഏറ്റവും വലിയ ദീനീപരമായ തെറ്റാണത്. പക്ഷെ ഇന്ന് അതൊരു നന്മയാണ് എന്ന് മുസ്ലിം സമൂഹം തന്നെ പ്രചരിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ അരീക്കോട് മുമ്പ് ഒരു സ്ത്രീ ഒരു ദത്തെടുത്ത ഒരു ഹിന്ദു കുട്ടിയെ വളർത്തി, ഒരു പെൺകുട്ടിയെ വളർത്തി, അവനെ ഹിന്ദു ആചാരം അനുസരിച്ച് തന്നെ വളർത്തി, ഹിന്ദു ആചാരം അനുസരിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന വാർത്ത നമ്മളെല്ലാം വായിച്ചു. അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊക്കെ വലിയൊരു ആദരവ് തോന്നും ആ കുടുംബത്തോട്. കാരണം അവർ ചെയ്യുന്ന ഒരു നന്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അത് വലിയ തിന്മയാണ് എന്നാണ് ഇവിടെ മൗലിയാർ പറയുന്നത്. അത് തിന്മയാണ് എന്നാണ് MM അക്ബർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരു കുട്ടിയെ വളർത്താൻ കിട്ടിയിട്ട് പോലും ആ കുട്ടിയെ നമ്മളെ ദീനിലേക്ക് കൂട്ടാതെ ആ കുട്ടി ജനിച്ച ദീനിൽ അതിനെ വളർത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വളർത്തിയ കുടുംബത്തിന് വരെ നാളെ നരകം കൊടുക്കാനാണ് ഇവരുടെ ദൈവം കാത്തിരിക്കുന്നത് എന്നാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിശ്വാസം. ഇതെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു തീവ്ര ഇസ്ലാമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദൈനംദിന ജീവിതം തന്നെ ഒരുപാട് ജിഹാദുകളുടെ ഒരു മിശ്രിതമാണ്. അയാളുടെ ജീവിതത്തിൽ ഒരാളോട് ചിരിക്കുന്നതിൽ പോലും ജിഹാദിന്റെ അംശമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, RSSകാരൻ ഒരു ആളെ കണ്ടാൽ വളരെ മാന്യമായിട്ട് പെരുമാറുന്നത് പോലെ തന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മറ്റുള്ളവരെ കണ്ടാൽ, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളോട് വളരെ മാന്യമായി പെരുമാറുന്നത് കാണാം. അവരെ കണ്ടാൽ ഹൈ വോൾട്ടേജിലുള്ള ചിരി പാസാക്കും, അവരോട് വളരെ സൗഹാർദ്ദത്തിൽ പെരുമാറും. അയൽവാസികളൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് വളരെ നന്നായിട്ട് പെരുമാറും. പക്ഷേ ഈ പെരുമാറ്റത്തിലെല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്നത് ഈ ചതിയുടെ ഒരു അംശമാണ്. കാരണം ആ പെരുമാറ്റത്തിലൂടെ ആകർഷിച്ചെടുത്ത് പതുക്കെ അവരെ ഈ ദീനിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം എന്നതാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. അതിനു വേണ്ടിയാണ് ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത്.
എന്നാൽ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലോ ഒരാൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാൾ ഈ ഇസ്ലാമിനോട് വേണ്ടത്ര ആഭിമുഖ്യം കാണിക്കുന്നില്ല എങ്കിൽ അയാളുടെ മുമ്പിൽ ഈ ചിരി അവർ പാസ്സാക്കില്ല. ഇസ്ലാം വിട്ടുപോയി ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുമായിട്ട് യാതൊരു തരത്തിലുള്ള സൗഹാർദ്ദ ബന്ധവും ഇവർ പുലർത്തില്ല. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഈ ചിരിയിൽ പോലും ഈ കാപട്യമുണ്ട്. ഈ കാപട്യം, ദീനീപരമായ കാപട്യം, അത് അവരുടെ ദീനിയായ ഒരു ചുമതലയായിട്ടാണ് അവർ കരുതി വരുന്നത്. അതുപോലെ റമദാൻ മാസമായാൽ ഇവർ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊക്കെ ഒരു പരിപാടിയുണ്ട്. അവർ ഇഫ്താർ പാർട്ടികൾ നടത്തും. എന്നിട്ട് ആ ഇഫ്താർ പാർട്ടികളിലേക്ക് അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവർ വിളിച്ചാൽ വരുന്ന ഈ സൗഹൃദങ്ങളിലൂടെ, ഈ പുഞ്ചിരിയിലൂടെ അവർ സ്വന്തം വലയത്തിലാക്കി വെച്ചിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളെ, വലയിട്ടാൽ കിട്ടും എന്നവർക്ക് തോന്നുന്ന കുറച്ച് ആളുകളെ അവർ വിളിച്ചു വരുത്തും. എന്നിട്ട് അവിടെ ഭയങ്കര സൗഹാർദ്ദമൊക്കെ പ്രസംഗിച്ച് പലതും പറഞ്ഞ് ചെറുതായിട്ട് ഇസ്ലാമിനെ അവർക്കൊന്ന് പരിചയപ്പെടുത്തും. ആ പരിചയപ്പെടുന്ന ഇസ്ലാം നല്ല ചക്കര പുരട്ടിയ ഇസ്ലാമായിരിക്കും. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു 4 ഇഫ്താർ പാർട്ടിക്ക് പങ്കെടുക്കുന്നതോടുകൂടി ഇസ്ലാം കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ ഈ വരുന്ന ആളുകളിൽ ചിലരിലുണ്ടാവും. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ പതുക്കെ ദൈവത്തിൻ്റെ രൂപം മാറും. ഇവർക്ക് കിതാബുകൾ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ കൊടുത്ത് ഇവരെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവരെ കൺവേർട്ട് ചെയ്ത് ഇസ്ലാമാക്കും. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ സംഘടിതമായും ബോധപൂർവവും നടത്തുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു കേരള ഇസ്ലാമിക് മിഷൻ. അവർ ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മുജാഹിദുകൾക്ക് ഉള്ള ഇതാണ് നിച്ച് ഓഫ് ട്രൂത്ത്. അത് പിന്നെ 2 പിളർന്നപ്പോൾ അതിൽ 2 ഉണ്ടായി. ട്രൂത്തും നിച്ച് ഓഫ് ട്രൂത്തും 2 ഉണ്ടായി, ഈ 2 ഏജൻസികൾ. അതുപോലെ മതം മാറ്റാനുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ അതാണ് സത്യസരണി പോലുള്ള സ്ഥാപനങ്ങൾ ഇവർക്കുണ്ട്. ഇങ്ങനെയുള്ള മതം മാറ്റൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർ കണക്കാക്കുന്നു. പക്ഷേ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, സാധാരണക്കാരായ വിശ്വാസികളിൽ 95% ആളുകളും ഈ രീതിയിൽ ചിന്തിക്കുന്നവരല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പോലും ഒരു നീതിയാണ് അല്ലെങ്കിൽ ഒരു നന്മയല്ല എന്ന് കരുതുന്നവരാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആർജിച്ച ഒരു പൊതുബോധം, ഒരു പൊതു ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളും. കാരണം യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിഷം അവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അവർ ധരിക്കുന്നത് ഇങ്ങനെ നിസ്കരിച്ച് നോൽമ്പ് പറ്റുമൊക്കെ നമ്മളെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ് ഈ പാവപ്പെട്ട സാധാരണ വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പൊക്കിക്കാണിച്ച് പർവ്വതീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു സമുദായത്തെ മൊത്തം ഇതിൻ്റെ പേരിൽ അധിക്ഷേപിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇഫ്താർ പാർട്ടിയുടെയും ചിരിയുടെയും ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ആണ് ചതി പ്രയോഗിക്കുക എന്നുള്ളത്. ഈ ചതി പലതരത്തിലുള്ള ചതികൾ ഇവർ പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഒരു 2 ഉദാഹരണങ്ങൾ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള 2 ഉദാഹരണങ്ങൾ. അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ നഗർ എന്ന് പറഞ്ഞുകൊണ്ട് കക്കാട് ഒരു വലിയ സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിൻ്റെ വലിയ മെയിൻ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു വൈക്കോൽ കൊണ്ട് വളരെ മനോഹരമായ ഒരു ഒട്ടകത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്നു. ഈ ഒട്ടകത്തിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചതിയുണ്ട്. എന്താണ് ചതി? പ്രതിമകൾ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ജീവനുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിമകൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിൽ ഹറാമാണ്. പക്ഷെ ഒട്ടകത്തിൻ്റെ പ്രതിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഇസ്ലാമിൻ്റെയും അറേബ്യയുടെയും ഒരു കൾച്ചറുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധമുണ്ട്. അപ്പോൾ ഹറാമായ ഒരു ശില്പം, അതിന് ഇസ്ലാമിൻ്റെ ചെറിയൊരു ഛായ കൂടെ ഉള്ള ഒരു ശില്പം ഉണ്ടാക്കി വെച്ചത് എന്തിനായിരുന്നു? ഈ ഹിറാ നഗർ സമ്മേളനമൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയത് പ്രധാനമായിട്ടും ഇവിടുത്തെ അമുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ സമ്മേളനത്തിൻ്റെ ക്ഷണക്കത്തുകൾ ഇവർ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പ്രത്യേക ക്ഷണക്കത്തും പ്രത്യേക ലഘുലേഖകളും തയ്യാറാക്കിയിരുന്നു. അങ്ങനെ അവർക്ക് പരിചയമുള്ള അവരുടെ പ്രവർത്തകരുള്ള എല്ലാ മേഖലകളിലും അമുസ്ലിം വീടുകളിൽ കയറി ഈ ക്ഷണക്കത്തും ഈ ലഘുലേഖയും ഒക്കെ കൊടുത്തുകൊണ്ട്, പ്രോഗ്രാം നോട്ടീസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവർ ഈ സമ്മേളനം നടത്തിയത്. ആ സമ്മേളന നഗരിയിലേക്ക് അമുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് അവരവിടെ ഒട്ടകത്തിൻ്റെ ഹറാമായ ശില്പമുണ്ടാക്കി വെച്ചത്. അപ്പോൾ ഹറാമ് കൊണ്ട് പോലും ചതിക്കാം എന്നത് ഇസ്ലാമിലെ ഒരു രീതിശാസ്ത്രമാണ്. തഖിയ എന്നാണ് ഇതിന് സാങ്കേതികമായിട്ട് പറയുന്നത്. നുണ പറയുക,
അതുപോലെ ഹറാമായ കാര്യങ്ങൾ ചെയ്യുക, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടായാലും ശരി, ലക്ഷ്യം ദീനിൻ്റെ വളർച്ചയാണെങ്കിൽ അതൊക്കെ അനുവദനീയമാണ് എന്ന ഒരു വിശ്വാസം ഇസ്ലാമിലുണ്ട്. അത് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളിലൂടെ നിരന്തരമായി പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ചതി ഉപയോഗിക്കുന്നതിന് ഇവർ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണിത്. മറ്റൊന്ന്, ഇവർ തിരൂരിൽ ഒരു സംസ്ഥാന യുവജനോത്സവം നടന്നിരുന്നു, സ്കൂൾ യുവജനോത്സവം. ആ യുവജനോത്സവത്തിനോടനുബന്ധിച്ച് ഇവർക്ക് അവിടെ ഒരു പവിലിയൻ ഉണ്ടായിരുന്നു, ഒരു പ്രദർശനം. ആ പ്രദർശനത്തിൻ്റെ കവാടം ഇവർ തയ്യാറാക്കി. ആ പ്രദർശനത്തിന് വേണ്ടി അവരുണ്ടാക്കിയ പന്തൽ മൊത്തം ഒരു മീനിൻ്റെ ആകൃതിയിലായിരുന്നു. ആ മീൻ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്ന ആകൃതിയിലാണ് പന്തലിൻ്റെ കവാടം. അപ്പം മീനിൻ്റെ വായിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവരുടെ പവിലിയനിലേക്ക്, അവരുടെ പന്തലിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രദർശനത്തിനായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ കടന്നു ചെല്ലുമ്പോൾ മീനിൻ്റെ വായുടെ അടുത്തൊക്കെ ഇവർ വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ആകർഷകമായിട്ടുള്ള, തീർത്തും മതേതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ അവിടെ പ്ലാച്ചിമടയും കൊക്കക്കോലയും അതുപോലെയുള്ള വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും ഇതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകളെ പെട്ടെന്ന് ഈ വായിലേക്ക്, മീനിൻ്റെ വായിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഇരകളാണ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ പോയി മീനിൻ്റെ വാലറ്റത്താണ് എക്സിറ്റ് വാതിൽ കൊടുത്തിട്ടുള്ളത്. ആ വാലറ്റത്തെ എക്സിറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കവിടെ മൗദൂദീസത്തിൻ്റെ പുസ്തകങ്ങൾ, IPH പുസ്തകങ്ങളാണ് അവിടെ കിട്ടുക. ലഘുലേഖകളും ഇതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചക്കര തേച്ച ഇസ്ലാം പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ, അത് കഴിഞ്ഞ് മൗദൂദി സാഹിത്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് എക്സിറ്റിലൂടെ കടന്നു പോകുമ്പോഴേക്ക് ഇവരുടെ ഈ പുസ്തകങ്ങളും വാങ്ങിയിട്ട് ഇങ്ങനെ പോകാവുന്ന രീതിയിൽ ആണ് വെച്ചത്. ഇത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രദർശനശാലയായിരുന്നു. കാരണം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഇസ്ലാമുമായി പോലെ ബന്ധമില്ലാത്ത, ഇസ്ലാമിൽ തന്നെ ഹറാമായിട്ടുള്ള, ഇസ്ലാമേതരമായിട്ടുള്ള, മതേതരമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കുക. എന്നിട്ട് പതുക്കെ അവരെ ഈ വാലറ്റത്തേക്ക് എത്തുന്നതോടുകൂടി ഇവരുടെ യഥാർത്ഥ തനിനിറം, യഥാർത്ഥ ദൈവപ്രവർത്തനം അവിടെ നടത്തുക. ഇതൊരു തന്ത്രമാണ്. ഇത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 10-20 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയായിട്ടുള്ള ഒരു പ്രതീകം തന്നെയായിരുന്നു ഇത്. ഇവിടെ നമുക്കറിയാം, ഒരു 10-50 കൊല്ലം അവരിവിടെ ദഅവ നടത്തിയത് ഹുക്കുമത്തെ ഇലാഹിയും ഇഖാമത്തു ദീനും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് പച്ചയായ ഇസ്ലാമിക ഭീകരവാദവും തീവ്രവാദവും മൗലികവാദവുമാണ് അവർ പ്രചരിപ്പിച്ചത്. പക്ഷേ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും അത് വിലപ്പോവില്ല എന്ന് മനസ്സിലാവും. ഇപ്പോൾ അവർ അടവ് മാറ്റി ചതിപ്രയോഗം തക്കിയയിലേക്ക് കടന്നു. ആ ചതിപ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇസ്ലാം എല്ലാം കെട്ടി അട്ടത്ത് വെച്ച് ഖുർആനും ഹദീസും മൗദൂദി സാഹിത്യവും ഒക്കെ അട്ടത്ത് വെച്ചിട്ട് ഇവർ ഫ്രറ്റേണിറ്റി, സോളിഡാരിറ്റി, അങ്ങനെയുള്ള കുറേയൊക്കെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ മതേതരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് തെരുവിൽ നാടകം കളിക്കുക, സിനിമ പ്രദർശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. ഇസ്ലാം എന്തൊക്കെയാണോ ഹറാമാക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പ്രയോഗിക്കാൻ തുടങ്ങി. അവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അവർ വാചാലമായി സംസാരിക്കും. അങ്ങനെ എന്താണോ മൗദൂദി പറഞ്ഞ ഇസ്ലാം, അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തെരുവിൽ പ്രചരിപ്പിക്കുക. അങ്ങനെ ആളുകളെ, മതേതരരായിട്ടുള്ള കേരളീയ സമൂഹത്തിൽപ്പെട്ട ആളുകളെ പതുക്കെ ഇവരോടുള്ള ആ ഒരു അകൽച്ച ഇല്ലാതാക്കുക. മൗദൂദിസം എന്ന ആ ഒരു പ്രേതബാധ ബാധിച്ച ഇവരെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, ഇവർ നല്ല ഒരു മതേതര പുരോഗമനവാദികളാണ് എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചതിപ്രയോഗങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറേ കാലമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തി ഇവരെ കുറിച്ചൊരു നല്ല മതിപ്പുണ്ടാക്കാൻ വേണ്ടി ഇവർ, പ്രത്യേകിച്ച് കേരളത്തിലെ ബുദ്ധിജീവികളുടെയും സാഹിത്യ രംഗത്തും സിനിമാ രംഗത്തും കലാരംഗത്തും ഒക്കെയുള്ള ഒരു മതേതര ബുദ്ധിജീവികൾ ഒരുപാട് പേരെ ഇവർ ചാക്കിലാക്കിയിട്ടുണ്ട്. ഇവരുടെ മാധ്യമങ്ങളെല്ലാം അതിനുവേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഒരു പ്രസിദ്ധീകരണം തന്നെ ആ ഉദ്ദേശത്തോടു കൂടി ഇവർ തുടങ്ങി, മാധ്യമം വീക്കിലി. ഈ മാധ്യമം വീക്കിലിയിൽ അവർ ഇസ്ലാമോ മുസ്ലിങ്ങളുടെ ഒരു വിഷയമല്ല ചർച്ച ചെയ്യുന്നത്, മൊത്തം പൊതു മതേതര വിഷയങ്ങളും അങ്ങേയറ്റത്തെ പുരോഗമനം എന്ന് വെച്ചാൽ ഇവിടുത്തെ നക്സലൈറ്റുകളും യുക്തിവാദികളും അതിൻ്റെ അപ്പുറത്ത് പുരോഗമനം പറയുന്നവരും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിജീവികളെ എല്ലാം പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുരോഗമന മുഖം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും അവരുടെ മാധ്യമങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു മതിപ്പ്, മതേതര സമൂഹത്തിൽ മതിപ്പുണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, എന്നിട്ട് അവരുടെ ആ പഴയ പ്രതിച്ഛായ മാറ്റിയെടുത്തിട്ട് പതുക്കെ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ ചതിതന്ത്രം.
അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു തീവ്രവാദ അല്ലെങ്കിൽ ഒരു മൗലികവാദ സംഘടനയാണ് എന്നൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഒരു അക്രമത്തിൻ്റെ ഉദാഹരണം നിങ്ങൾ കാണിച്ചു തരൂ എന്ന് പറയാം. ശരിയാണ്, കേരളത്തിൽ ഒരു അക്രമവും അവർ നടത്തിയിട്ടില്ല. പക്ഷെ അവർ അക്രമം നടത്തുക എവിടെയാണ്? അക്രമം നടത്തുക അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്താണ്. കാശ്മീരിൽ അവർക്ക് അക്രമം നടത്താനുള്ള പ്രത്യേക സംഘടനയുണ്ട്. ജയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. കാശ്മീർ നിന്ന് വിട്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോയാൽ അവിടുത്തെ ഏറ്റവും വലിയ, ഇവിടുത്തെ RSSനേക്കാൾ ഭീകരമായിട്ടുള്ള തീവ്രവാദികളാണ് അവർ. അവിടെ ബ്ലോഗ് എഴുതിയതിനും ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടതിനൊക്കെ 10-20 ചെറുപ്പക്കാരെ തെരുവിൽ വെട്ടിക്കൊന്ന ആ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ എല്ലാം പിന്നിൽ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പാകിസ്ഥാനിൽ താലിബാൻ്റെ കൂടെയാണ് അവർ. താലിബാൻ്റെ മറ്റൊരു വേർഷനാണ് ജമാഅത്തെ ഇസ്ലാമി. അവിടെ ആസിയ ബീവി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനി പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് 10,000 തെരുവിലിറങ്ങി പ്രകടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാനർ പിടിച്ചുകൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ സ്ത്രീ വെള്ളം എടുക്കുന്ന സമയത്ത് എന്തോ പെണ്ണുങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ബ്ലാസ്ഫമി കുറ്റം ചുമത്തി ആ സ്ത്രീയെ അകത്താക്കിയതാണ്. എന്നിട്ട് അതിന് വധശിക്ഷ വേണ്ട എന്ന് വെച്ച കോടതിക്കെതിരായിട്ട് 10,000 ആളുകളെ സംഘടിപ്പിച്ച് പാകിസ്ഥാനിൽ പ്രകടനം നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാനർ വെച്ചിട്ടാണ്. ആ സാധനം തന്നെയാണ് ഇവിടെ ഈ പ്ലാച്ചിമടിയും കൊക്കോക്കോലയും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ചതി എന്നത് ഇസ്ലാമിക ജിഹാദിൻ്റെ ഒരു ഘട്ടമാണ്. ചിരി എന്നത് ഒരു ഘട്ടമാണ്. അത് കഴിഞ്ഞ ചതി മറ്റൊരു ഘട്ടമാണ്. ഈ ചിരിയുടെയും ചതിയുടെയും ഘട്ടം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടമാണ് ഇതിനൊന്നും ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ആരെങ്കിലും വിമർശിക്കുകയാണ് എന്ന് കണ്ടാൽ പിന്നെ തെറി പറയുക എന്നുള്ളത്. അവിടെ വെർബൽ വയലൻസ് അവിടെ ആരംഭിക്കുന്നു. തെറി പറച്ചിലൂടെ തുടങ്ങുന്ന ആ വയലൻസ് പിന്നീട് പൊട്ടിത്തെറിയിലേക്ക് വികസിക്കുന്നു. അതാണ് ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ജിഹാദിന് പല ഘട്ടങ്ങളുണ്ട്, പല ഭാവങ്ങളുണ്ട്. ഏറ്റവും ഡൈല്യൂട്ടായ വേർഷൻ തൊട്ട് ഏറ്റവും ഭീകരമായ പൊട്ടിത്തെറിയുടെ വേർഷൻ വരെ ഉൾക്കൊള്ളുന്ന ഒരു ശൃംഖലയാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ജിഹാദിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും സാധാരണക്കാരായ 90% മുസ്ലിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അവർ സമാധാനത്തോടെ ജീവിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർ ജീവിതത്തെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ ഇസ്ലാം ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമേ അല്ല. ഇസ്ലാം മരണത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം പറയുന്നത് മരണത്തോടു കൂടിയാണ് ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്, അല്ലാതെ ജനനത്തോടു കൂടിയല്ല. ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള ജീവിതം അടുത്ത ജീവിതത്തിലേക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ് എന്നും ഇവിടെയുള്ള വിഭവങ്ങളെല്ലാം ചതിക്കാനുണ്ടാക്കിയ വിഭവങ്ങളാണ് എന്നും ആ വിഭവങ്ങളെ നമ്മൾ തിരിച്ച് ചതിക്കാൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് ഇവിടുത്തെ വിഭവങ്ങളെ ചതി പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പരലോക ജീവിതം ലക്ഷ്യം വെക്കുന്ന ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചതിയായിട്ട് പ്രയോഗിക്കാം എന്നല്ലാതെ ഇഹലോക ജീവിതത്തെ സന്തോഷകരവും സമാധാനപരവുമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രത്യയശാസ്ത്രമേ അല്ല ഇസ്ലാം. പക്ഷെ ആ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത നിഷ്കളങ്കരായ വിശ്വാസികളാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേരും. ഇസ്ലാം എന്ന ആശയം അതിൻ്റെ അളവ് എത്രത്തോളം ഒരു മുസ്ലിമിൻ്റെ തലച്ചോറിൽ വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് അയാൾ ഘട്ടം ഘട്ടമായി ഈ പറയുന്ന ജിഹാദി ഇസ്ലാമായിട്ട് മാറും, ജിഹാദി ഇസ്ലാമിസ്റ്റായിട്ട് മാറും എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് ഈ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് പോലെ ജീവിക്കാൻ അവരെ അനുവദിക്കുകയും അതിനപ്പുറത്തേക്ക് ഇസ്ലാമിസ്റ്റുകൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ വിഷം കുത്തിവെക്കുന്നതിനെ പരമാവധി തടയുകയും അതിൻ്റെ യഥാർത്ഥ തനിനിറം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്ന പ്രവൃത്തിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു അമുസ്ലിമിനെ കണ്ടാൽ ഹൈ വോൾട്ടേജിൽ ചിരിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ഒരു എക്സ് മുസ്ലിമിനെ കണ്ടാൽ തുപ്പുകയും തെറി പറയുകയും ചെയ്യുന്നത്. ഒരു എക്സ് മുസ്ലിമിനോട് ഷെയ്ക്കാൻഡ് പോലും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പച്ചയായിട്ട് MM അക്ബർ നമ്മുടെ സംവാദവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പറഞ്ഞത് ലീക്കായി വന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടാണ് അവസാനം അദ്ദേഹം സംവാദം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഷെയ്ക്കാൻഡ് ചെയ്യാൻ പോലും തയ്യാറായത്. അതേസമയം അദ്ദേഹം അവിടെ ചെയ്തത് എന്താണ്? അദ്ദേഹം ആമുഖമായിട്ട് തന്നെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ യുക്തിവാദികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. കേരള യുക്തിവാദി സംഘത്തെ പുകഴ്ത്തി, കേരള യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രം നവോത്ഥാന ചരിത്രമാണെന്ന് പറഞ്ഞു, കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതാക്കളൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ വളരെ മോശക്കാരാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ പോലും നടത്തിയത്. അതായത് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിലെ ഈ ചതിയൊക്കെ പുറത്ത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളുകളെ കുലങ്കുത്തികളായി കണ്ടുകൊണ്ട് അവരെ
ഏറ്റവും ചുരുങ്ങിയത് ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവരോട് തെറി പറയുകയെങ്കിലും ചെയ്യുക എന്നത് ഇവരുടെ ഇസ്ലാമി ജിഹാദിൻ്റെ ഒരു ഘട്ടമാണ്. ആ തെറി പറയലിൻ്റെ അപ്പുറത്തേക്ക് അവർ എത്രത്തോളം വികസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കോയമ്പത്തൂരിലെ ഫാറൂഖിനെ സ്വന്തം സുഹൃത്തുക്കളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെട്ടിക്കൊന്നത്. അപ്പോൾ അതാണ് ജിഹാദിൻ്റെ ഒരു ഫൈനൽ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിഹാദിൽ ചിരി മുതൽ ചതി മുതൽ തെറി മുതൽ പൊട്ടിത്തെറി വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഉണ്ട് എന്നത് ഒരു സത്യമാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഈ ക്രിസ്തീയ സഭയുടെ നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നത് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ പ്രതിരോധിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ ഒന്നുമല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ചില രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനെ മൊത്തത്തിൽ ശത്രുപക്ഷത്താക്കിക്കൊണ്ട് കേരളത്തിലൊരു രാഷ്ട്രീയമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം, സംഘപരിവാറിൻ്റെ കൂടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ശ്രമം ആണ് ഇത് എന്നതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ വിമർശിക്കുന്നത്. എന്നാൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണെങ്കിൽ ഇവിടെ ലവ് ജിഹാദ് മാത്രമല്ല, നാർക്കോ ജിഹാദ് മാത്രമല്ല, ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ ജീവിതത്തിലെ ചിരി ജിഹാദ് മുതൽ പൊട്ടിച്ചിരി ജിഹാദ് വരെ പലതരത്തിലുള്ള ജിഹാദുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിക്കാൻ മതം മാറ്റുക എന്നത് ഒരു സാർവത്രികമായി കേരളത്തിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഈ പറയുന്ന ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ മറ്റൊരാൾ പ്രണയിച്ചാൽ വിവാഹം നടത്തി കൊടുക്കാൻ അവർ വെക്കുന്ന ഉപാധി ആ പെൺകുട്ടിയെ മതം മാറ്റുക എന്നതാണ്. നേരെ തിരിച്ചാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും മാറ്റാനുള്ള ശ്രമം നടത്തും. അത് വിജയിച്ചില്ലെങ്കിൽ അവർ വെറുതെ വിടും. മുസ്ലിങ്ങൾ അത് തന്നെ ചെയ്യുന്നത്, ഹിന്ദുക്കളും അത് തന്നെ ചെയ്യുന്നത്. ഹിന്ദുക്കളെ എത്രയോ മുസ്ലിം പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ ഹിന്ദു മതത്തിലേക്ക് മാറ്റി കല്യാണം കഴിച്ച അനുഭവം എനിക്ക് നേരിട്ടറിയാം. ഈ മലപ്പുറം ജില്ലയിലെ ഒരു BJPയുടെ നേതാവ് തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു മതത്തിലേക്ക് മാറ്റി കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ കല്യാണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിലൂടെ അല്ലാതെ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് തന്നെ മതം മാറ്റി കല്യാണം കഴിക്കുന്ന സംഭവമുണ്ട്. അത് ലവ് എന്ന് പറയാൻ പറ്റില്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെ നടത്തി ഏറ്റവും സാമ്പത്തികമായിട്ടും മറ്റും വളരെ ദുർബലരായിട്ടുള്ള ആളുകളെ ഓർഫനേജുകളിലും മറ്റുമൊക്കെ പോയി കണ്ടുപിടിച്ചിട്ട് മതം മാറുക എന്ന ഒരു ഉപാധി വെച്ചുകൊണ്ട് അവരെ കല്യാണം കഴിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ വളരെ അത്യപൂർവമായി നടന്ന 1-2 ഉദാഹരണങ്ങളാണ് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് അവരെ തീവ്രവാദികളാക്കി സിറിയയിലേക്കും മറ്റും കൊണ്ടുപോയ സംഭവങ്ങൾ. അത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ അതൊക്കെ വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രമാണ്. അതിനെ ഒന്ന് ജനറലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സമൂഹത്തെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിൽ ഇതിൻ്റെ എല്ലാം എലിമെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഈ തനിനിറം, ഇസ്ലാമിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ കോൺസെൻട്രേറ്റഡ് അളവിൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ്, തീവ്ര ഇസ്ലാം വിശ്വാസികളെയാണ് നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അത് സുന്നികളിലുണ്ട്, സലഫികളിൽ ധാരാളമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏതാണ്ട് മിക്കവാറും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കാരണം ഒരു സാധാ മുസ്ലിം ജമാഅത്തെ ഇസ്ലാമി ആവുന്നതോടുകൂടി അയാൾ ഒരു ഇസ്ലാമിസ്റ്റായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇസ്ലാമിസ്റ്റുകളെ, അവരുടെ കാപഢ്യങ്ങളെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചതിപ്രയോഗങ്ങളെ, അവരുടെ ഈ നുണപ്രചാരണങ്ങളെ എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിൻ്റെ തനിനിറം വെളിവാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നത് സാധാരണക്കാരായ വിശ്വാസി സമൂഹത്തെ ഈ കെണിയിലും ചതിയിലും പെടാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ ലോകത്ത് അവരുടെ വിശ്വാസവുമായി ജീവിച്ച് പോയിക്കൊള്ളാൻ ആവശ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഒരു ഉദ്ദേശം. അതേപോലെ തന്നെ ഈ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം ഈ ചക്കര പുരട്ടിയ പ്രലോഭനങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും ചതിയിലൂടെയും ഈ മതത്തിൻ്റെ കെണിയിൽ വന്ന് കുടുങ്ങുന്നതിനെ തടയുന്ന ഒരു പ്രവൃത്തി കൂടി, അതുകൂടെ നമ്മുടെ ഒരു കടമയാണ്. ഇപ്പോൾ എനിക്കൊക്കെ അത്തരത്തിലുള്ള ഒരുപാട്
നല്ല അനുഭവങ്ങളുണ്ട്. നമ്മളൊക്കെ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന നിലയ്ക്ക് നിരവധി ആളുകൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ നേരിട്ട് വന്ന് കണ്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ നന്ദി അറിയിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ ഈ നിച്ച് ഓഫ് ട്രൂത്തുകാരുടെയും മറ്റും പ്രചാരണത്തിൽ കുടുങ്ങിയിട്ട്, അതുമല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ ഈ ചതിയിൽ കുടുങ്ങിയിട്ട് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തവരും ചെയ്യാനുള്ള അവസാന തീരുമാനം എടുത്തവരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ അവസാന ഘട്ടത്തിൽ നമ്മളെ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുകയോ നമ്മുടെ വീഡിയോ കാണുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇവർ ഈ പറയുന്ന ചക്കര തേച്ച ഇസ്ലാം ഒന്നല്ല, ഇത് പൊള്ളയാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് അവരുടെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയും അവസാനം നമുക്ക് നന്ദി പറയുകയും നമ്മളെ വിളിച്ച് നന്ദി പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോലും ഞാൻ എന്നും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അനുഭവം തലേ ദിവസം തന്നെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ പോലും പുളിക്കൽ നിന്ന് ഒരു ടീം എൻ്റെ വീട്ടിൽ വന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ടീമാണ്. പല ആളുകളും മാറി മാറി വരാറുണ്ട്. ആ ടീമിൽപ്പെട്ട ചെറുപ്പക്കാർ പലരും ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകരായിരുന്നു. ആ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകരായ അവരുടെ സുഹൃത്തുക്കളായ അന്യമതക്കാരായ കുട്ടികളെ പതുക്കെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ എം അക്ബറിൻ്റെയൊക്കെ പരിപാടികൾക്ക് സ്നേഹസംവാദങ്ങൾക്കും മറ്റും കൊണ്ടുപോയി ചെറിയ ചക്രതേച്ച ലഘുലേഖയും പുസ്തകങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പതുക്കെ മതം മാറ്റി. അങ്ങനെ മാറ്റിയിട്ടുണ്ട് കുറേ പേരെ. അങ്ങനെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് വന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ. അവർ മതം മാറ്റിയ ആളുകൾ തിരിച്ച് മതത്തിൽ നിന്ന് റിവേർട്ട് ചെയ്ത് യുക്തിവാദിയായിട്ട് സജീവമായി യുക്തിവാദ പ്രവർത്തന രംഗത്തേക്ക് വന്ന അനുഭവമുണ്ട്. ആ അനുഭവങ്ങളൊക്കെ മിനിഞ്ഞാന്ന് ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ച് ചിരിക്കേണ്ടേ. അങ്ങനെ മറ്റു ഹിന്ദുക്കളായ സുഹൃത്തുക്കളെ മതം മാറ്റാൻ വേണ്ടി എം അക്ബറിൻ്റെ പരിപാടികൾക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്ന ആളുകളാണ് പുളിക്കലുള്ള കുറേ ചെറുപ്പക്കാരാണ്. പിന്നീട് അങ്ങനെ മതം മാറിയ ഹിന്ദു ചെറുപ്പക്കാരൻ എൻ്റെ പ്രസംഗവും എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചതിന് ശേഷം ഈ ഖുറാനിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് സംശയങ്ങൾ ഉന്നയിച്ചു, നിച്ച് ഓഫ് ട്രൂത്തുകാരോട് സംശയങ്ങൾ ഉന്നയിച്ചു. അവരുമായിട്ട് കത്തിടപാട് സംവാദം നടത്തി, നേരിട്ടുള്ള സംവാദങ്ങൾ നടത്തി. ആ സംവാദങ്ങളിൽ ഈ അക്ബർ ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളം കുടിക്കുന്നത് നേരിട്ട് കണ്ടതിൻ്റെ ഫലമായിട്ടും ഈവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്തതിൻ്റെ പേരിലും കൂടുതൽ ആഴത്തിൽ യുക്തിപരമായി ഖുർആൻ വായിച്ച് പഠിച്ചപ്പോൾ മതം വിട്ട് യുക്തിവാദികളായി തീർന്ന ദൈവാപ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നത്. നിച്ച് ഓഫ് ട്രൂത്തിന് വേണ്ടി ദൈവാപ്രവർത്തനം നടത്തുകയും ഒന്നിലധികം ചെറുപ്പക്കാരെ മതം മാറ്റുകയും ചെയ്ത ആൾക്കാരാണ്. ഈ മതം മാറ്റപ്പെട്ട ആളുകൾ വീണ്ടും ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചപ്പോൾ എം അക്ബറിൻ്റെ ഉരുളൽ കണ്ടിട്ടും ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഖുർആൻ പഠിച്ചിട്ടും മതം വിട്ടു. തിരിച്ച് അവർ മാറ്റിയ ആളുകളെല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റാൻ നടന്ന ഇവരും യുക്തിവാദികളായ അനുഭവം പുളിക്കൽ കൊണ്ടോട്ടി ഭാഗത്തു നിന്നുള്ള നിരവധി ചെറുപ്പക്കാർ കുറേ കാലമായിട്ട് നമ്മളോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇത് മാത്രമല്ല, നിരവധി അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇനി ഈ ചക്കര തേച്ച സ്നേഹസംവാദം പോലുള്ള പരിപാടികളുമായി നടന്നിട്ട് മറ്റുള്ളവരെ ദൈവാ പ്രവർത്തനം കൊണ്ട് മതം മാറ്റാനുള്ള സാഹചര്യം ഇനി കേരളത്തിൽ വിലപ്പോവില്ല, അതുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് വളരെ പാവപ്പെട്ട ആളുകളെയൊക്കെ കല്യാണത്തിൻ്റെ പേരിലും മറ്റ് സാമ്പത്തിക പ്രലോഭനത്തിൻ്റെ പേരിലൊക്കെ മതം മാറ്റൽ ഇനിയും ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ ദൈവാ പ്രവർത്തനം കൊണ്ട് മതം മാറ്റാനുള്ള സാഹചര്യം കേരളത്തിൽ ഏറെക്കുറെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ പറഞ്ഞ് ഈ വർഗീയ ധ്രുവീകരണം ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ പാതിരിമാരോടും അതുപോലെയുള്ള മറ്റ് സംഘി മനോഭാവമുള്ള ആളുകളോടും നമുക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് പാരവയ്ക്കുന്ന പണി ചെയ്യരുത്. മുസ്ലിം സമൂഹത്തിൽ വലിയ തോതിലുള്ള മതേതരവൽക്കരണവും ചിന്താ വിപ്ലവവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നമുക്ക് കൂടി പാരയാവുന്ന വിധത്തിൽ ഇവിടെ വർഗീയ ധ്രുവീകരണം, സ്വത്വബോധത്തിന്റെ പേരിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയും അതിന്റെ പേരിൽ ഇവിടെ രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അത് വലിയ വിഘാതം സൃഷ്ടിക്കും. അതിൻ്റെയും അനുഭവങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സംഘപരിവാറുകാർ ബാബറി മസ്ജിദ് തകർക്കുന്നത് പോലുള്ള സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായത്. അതോടുകൂടി നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെയധികം നിഷ്പ്രഭമായി പോയി. നമ്മൾക്കൊന്നും അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥ വൈകാരികമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് നമുക്ക് വലിയ പാരയായിട്ടുള്ള അനുഭവമാണ്. അതേപോലെ തന്നെ ഈ കേരളത്തിൽ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള വർഗീയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ
ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അത് വലിയ തടസ്സമാകുമെന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഞങ്ങൾക്ക് അതിശക്തമായി തന്നെ വിമർശിക്കേണ്ടി വരും. അതിന് നിങ്ങൾ ഞങ്ങളെ ജിഹാദികൾ എന്ന് വിളിച്ച് പരിഹസിച്ചതുകൊണ്ടോ വിമർശിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടി സമൂഹത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിലും പെട്ട ആളുകൾ ഓരോ ഘട്ടത്തിലും ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത് ആ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വേണ്ടത്. ആ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിലപാടുകളാണ് ഈ സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യം വളരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.